ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് ടി സുരേഷ് കുമാറിലേക്കാണ്. സുരേഷ് കുമാർ, കോൺഗ്രസിനെതിരെ ഉന്നയിക്കപ്പെട്ട അതേ ആരോപണം തന്നെയാണ് CPM-ന്റെ നേർക്കും അതുപോലെ മറ്റ് ഇടത് കക്ഷികളുടെ നേർക്കുമെല്ലാം ഉയരുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു സ്വാധീനവുമില്ലാത്ത നിങ്ങൾ അവിടെ പോയി വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. അവിടെ ക്രൈസ്തവ വിഭാഗത്തിന് തന്നെ എതിരാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായി എന്നതാണ് അവിടെ നിന്നും വരുന്നൊരു വാർത്ത. ഇപ്പോൾ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബസ്തർ ബിഷപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട 7 ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലയാണ്. അവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, ഈ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട എന്ന് പറയുന്നത് കേരളത്തിലുള്ളവർ മാത്രമാണ്. അവിടെ അത്തരത്തിൽ ഒരു വേട്ടയും നടക്കുന്നില്ല. സ്ഥിരമായി അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ കുരിശിൻ്റെ വഴിയൊക്കെ പോകുമ്പോൾ, കുരുത്തോല പ്രദക്ഷിണമൊക്കെ നടക്കുമ്പോൾ അത് അത്തരത്തിലൊന്നും അവിടെ സംഘടിപ്പിക്കാൻ അവിടെ അനുവാദമില്ല, അവിടെ തടയപ്പെടുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. പക്ഷേ ജനം TV-ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ബസ്തർ ബിഷപ്പ് വളരെ കൃത്യമായി പറയുകയാണ്, അവിടെ വളരെ സൗഹാർദ്ദപരമായാണ് സർക്കാർ ഞങ്ങളോട് പെരുമാറുന്നത്. സർക്കാരിൻ്റെ പല പദ്ധതികളും അതിൻ്റെ നടത്തിപ്പ് ചുമതല പോലും ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ വിശ്വാസം എത്രയാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. പക്ഷേ മറിച്ചൊരു ചിന്തയാണ് നിങ്ങൾ ഛത്തീസ്ഗഡിൻ്റെ കാര്യത്തിൽ വച്ചു പുലർത്തുന്നത്. അതെന്തിന്? നോക്കൂ, ബസ്തർ ബിഷപ്പിനെ പല ചുമതലകളും ഏൽപ്പിക്കുന്നത് കൊണ്ട്, സർക്കാർ പല ചുമതലകളും ഏൽപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ രൂപത്തിൽ ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയേണ്ടതായി വരും നിങ്ങളുടെ മാധ്യമത്തിന് മുന്നിൽ, ജനത്തിന് മുന്നിൽ. പക്ഷേ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ലോകം കണ്ടതാണ്. ഈ ലോകത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടാനോ വായ് മൂടിക്കെട്ടാനോ ഇനി ആര് വിചാരിച്ചാലും നടക്കില്ല. 2 പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർ, പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, 2 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരിമാർ, അവരുടെ സഹോദരൻ സുഖ്ദേവ്, ഈ 5 ആളുകൾ അവിടെ ബജറംഗ് ദൾ പ്രവർത്തകരായിട്ടുള്ള ജ്യോതി ശർമ്മയുടെ കൈകൊണ്ട് മുഖത്തടിയേറ്റത് അത് കോൺഗ്രസും CPM-ഉം നടത്തിയ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് നീലിമ അടുത്ത് പറയാതിരുന്നാൽ വളരെ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ കൈ ഉയർത്തി അടിച്ച അടിയുണ്ടല്ലോ, ആ സഹോദരൻ്റെ മുഖത്തടിച്ച അടി, അത് ഏറ്റത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മുഖത്താണ് എന്ന് നീലിമയ്ക്ക് കാണാൻ കഴിയാതെ പോകുന്നത് നീലിമ അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ മലീമസത്തിന്റെ അത് എന്നെ വ്യക്തിപരമായി താങ്കൾ പറയേണ്ട എന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. അത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിന്റെ വക്കാലത്ത് എനിക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല. അത് ആദ്യമേ തന്നെ പറയുകയാണ്, എന്നെ വ്യക്തിപരമായി എന്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യേണ്ട ഘട്ടമല്ല ഇത്. മറ്റൊരു കാര്യം, 2022-ൽ പിണറായിയാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, LDF സർക്കാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഒരു സെക്കൻഡ് അങ്ങ് എന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മറ്റൊരു ഇടപെടൽ, 2022-ൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണല്ലോ. തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തല്ലോ. അവിടെ അന്ന് ഇതെല്ലാം എവിടെ പോയി? മനുഷ്യക്കടത്ത് തന്നെയാണല്ലോ അന്നും ആ കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിച്ചത്. അപ്പോൾ പോലീസിന്റെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പറയൂ. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതിനുള്ള അവസരം എനിക്കുണ്ടാകണം. ഇവിടെ ജാമ്യക്കാരായ 2 കന്യാസ്ത്രീമാരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് പിറ്റേ ദിവസം ജാമ്യം കിട്ടേണ്ടതാണ്. കോൺഗ്രസും ഇടതുപക്ഷ പ്രതിനിധികളും ഛത്തീസ്ഗഡിൽ പോയി പ്രശ്നമുണ്ടാക്കിയതാണ് ആ ജാമ്യം കിട്ടാതെ പോയതെന്ന് നീലിമ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾക്ക് വായി തോന്നിയത് എന്തും വിളിച്ചു പറയാനുള്ള വേദിയാണോ ഇത്? അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങള്? ഈ ചർച്ചയിൽ കുറച്ചുകൂടി പക്വത പുലർത്തൂ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. അത് മാത്രമേ ഞാൻ അങ്ങയോട് ഇപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ തികച്ചും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. മിനിയാന്ന് ഇവിടെ മാധ്യമങ്ങൾ എടുത്ത നിലപാട് എന്തായിരുന്നു? പച്ചക്കള്ളമല്ലേ കോടതിയിൽ നടന്നു എന്ന് പറഞ്ഞത്? അതല്ലേ പൊളിഞ്ഞു വീണത്? പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചതല്ലേ? അല്ലല്ല, ഇങ്ങനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടപെടരുത്, തെറ്റാണ്.
NIA കോടതിയുടെ ജാമ്യ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ പിറ്റേ ദിവസം ജാമ്യം ഞങ്ങൾ കൊടുക്കുമായിരുന്നു? CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ ഛത്തീസ്ഗഡ് കോടതിക്ക് മുമ്പിൽ വന്ന് പ്രഹസനം കാട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ജാമ്യം 9 ദിവസത്തേക്ക് നീട്ടിയതെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ആങ്കർ ഇങ്ങനെ ഒരു വാക്ക് ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ തെറ്റ് മൂടി വെക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഈ സംവിധാനമുണ്ടല്ലോ, അതങ്ങ് ആദ്യം അവസാനിപ്പിച്ചേക്ക് കേട്ടോ. ഞങ്ങളടുത്ത് ഒരു ചർച്ച നടത്തുമ്പോൾ ഒരല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദ, നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, അപ്പൊ കുറച്ചുകൂടെ രാഷ്ട്രീയ മര്യാദയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനകത്തൊരു ആങ്കറുടെ റോള് BJP-യുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പറഞ്ഞ് ഏറ്റുമുട്ടിക്കൊള്ളട്ടെ. ആങ്കറുടെ റോളിൽ സംസാരിക്കും കേട്ടോ. രാഷ്ട്രീയം ചോദ്യം ചെയ്യേണ്ട വേദിയല്ല ഇവിടെ. ആങ്കറുടെ രാഷ്ട്രീയം ചോദ്യം ചെയ്യേണ്ട വേദിയല്ല. സുരേഷ് കുമാർ, വളരെ വിനയപൂർവ്വം ഞാൻ പറയുകയാണ്, വളരെ വിനയപൂർവ്വം. നിങ്ങളുടെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങേ വിഷയത്തിലേക്ക് വരൂ, അങ്ങേ വിഷയത്തിലേക്കൊന്ന് വരൂ. 2028 മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് പിണറായി സർക്കാരാണ്. ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്നത് കൊണ്ട് അവിടെ ന്യൂനപക്ഷ വേട്ട, ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം അങ്ങയോട്. അല്ല, ഞാൻ ആ കാര്യത്തിലേക്കാണ് വരുന്നത്. അവിടെ 2 സഹോദരിമാർ, പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, 2 ആദിവാസി സഹോദരിമാർ, അവരുടെ സഹോദരൻ, ഇത്രയും ആളുകളെ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ അവരുടെ മുഖത്തടിച്ച് വലിച്ചിഴച്ച് അവരെ അവിടെ ഇട്ട് പാടുപെടുത്തി. പിന്നീട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി. സെഷൻസ് കോടതിയിൽ അവരുടെ ജാമ്യം നിഷേധിച്ചു. അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വിഷ്ണു സായി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിൽ അദ്ദേഹം കുറിച്ചു, ഇവിടെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും നടന്നിരിക്കുകയാണ്, അതിൽ കുറ്റക്കാരാണ് ഇവരെന്ന് അദ്ദേഹത്തിൻ്റെ എക്സിൽ നവമാധ്യമ മേഖലയിൽ കുറിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കേസ് NIA ഏറ്റെടുത്തു. NIA കോടതിയിൽ വിചാരണ നടന്നു. NIA കോടതിയുടെ മുമ്പേ ഇതിൻ്റെ തെളിവുകൾ ഒരു കാര്യം പോലും അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ആരുടെയും പ്രേരണ ല്ല NIA കോടതിക്ക് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് മനുഷ്യക്കടത്താണ്. മനുഷ്യക്കടത്ത് അതിനകത്ത് ആ കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയായ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി തേടിയാണ് അഗ്രയിലേക്ക് പോകുന്നത്, മറ്റൊരിടത്തേക്കുമല്ല. രണ്ടാമത് നിങ്ങൾ ചേർത്ത സെക്ഷൻ നിർബന്ധിത മതപരിവർത്തനമാണ്. ആ നിർബന്ധിത മതപരിവർത്തനം പണ്ടേ ക്രിസ്ത്യാനികളായിട്ടുള്ള അവരുടെ ആ കേസിൽ നിലനിൽക്കില്ല എന്ന് കണ്ടതോടുകൂടി അവർക്ക് നിരുപാധികം ജാമ്യം നൽകി തടി ഊരുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ജാമ്യത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ പോയത് കൊണ്ടാണ് ഇത് നടന്നത് എന്ന് ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പരിവേഷം എടുത്തത് BJP-യാണ്. ഞാൻ ചോദിച്ചൊരു പ്രതിനിധികൾ പോയതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ വാദോരാതെ സംസാരിച്ചു. ആദ്യം അവിടെ പോയ പ്രതിനിധി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി അല്ലേ? അനൂപ് ആന്റണി എന്ത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവിടെ പോയത്? BJP-യും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പോയത് വരുന്ന തെരഞ്ഞെടുപ്പിനെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള രാഷ്ട്രീയ ഉദ്ദേശമാണെന്ന് ആങ്കർ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അനൂപ് ആന്റണിയും പിന്നീട് രാജീവ് ചന്ദ്രശേഖറും അവിടെ പോയത് എന്ത് രാഷ്ട്രീയ ഉദ്ദേശത്തിലാണ്? നിങ്ങൾ പിന്നീട് പറഞ്ഞു തൃശ്ശൂരിലെ മനുഷ്യക്കടത്ത് കേസിനെ കുറിച്ച്. അവിടെ ഒരു കോൺവെന്റുമായി കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു ഒരു കേസ് വന്നു. ഈ സമീപ ദിവസങ്ങളിലാണ് ആ കേസ് നിരുപാധികം അത് വിട്ടയച്ചത്. അത്തരത്തിൽ റെയിൽവേ പോലീസ് അത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് ആ കേസിനകത്ത് കഴമ്പില്ല എന്ന് പല കുറി മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.